ഹലോ, വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെന്യൂൻ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് SPF 50 ഉണ്ട്, PA4+ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ വിറ്റാമിൻ ഡി അബ്സോർപ്ഷനും ഉണ്ട്. ഇത് വന്ന് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, ഒരു ജെൽ ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 445 രൂപയാണ്. പിന്നെ ഇത് ഓഫർലൈൻ ഐക്കയിൽ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ അങ്ങനെ എല്ലാ സൈറ്റിൽ നിന്നും ഇത് നമുക്ക് ലഭ്യമായിട്ടോ. അപ്പം ഞാനൊരു 300 എത്ര സംതിങ് ഞാൻ ഓർക്കുന്നില്ല, അത്രയും പ്രൈസിനാണ് വാങ്ങിയത്. മിക്കവാറും ഓഫറൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഡോട്ടങ്കിയുടെ സൈറ്റിലും നല്ല രീതിയിൽ ഓഫറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ വേറെയും കുറേ സൺസ്ക്രീനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ ഹൈലറോണിക് ആസിഡും പിന്നെ വാട്ടർമെലൺ എക്സ്ട്രാക്റ്റ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ജെൽ ക്രീമി കൈൻഡ് ഓഫ് ടെക്സ്ചർ ഒക്കെ ആട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്, നമുക്ക് ചെറുതായിട്ട് ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. 1 മിനിറ്റിനുള്ളിൽ അതങ്ങ് മാറും കേട്ടോ. സെറ്റ് ആയി കഴിയുമ്പം അതങ്ങ് മാറും. ഇതൊരു അക്വാജൽ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടുന്നുണ്ട്, ഫേസിൽ അത് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഇഷ്യൂവോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല, ഒട്ടലോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, വൈറ്റ് കാസ്റ്റോ ഒട്ടും തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അങ്ങനെ വേർക്കുന്ന ഇഷ്യൂ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. നല്ല നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്ലോ ഉള്ള പോലെ തോന്നും. അത് പെട്ടെന്ന് തന്നെ മാറും കേട്ടോ, മാറ്റിലേക്ക് തന്നെ ഇത് മാറുന്നുണ്ട്. ഇട്ട ഉടനെ ഒരു ഇന്നർ ഗ്ലോ പോലെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ അതപ്പം തന്നെ സെറ്റായി ഒരു മാറ്റിലേക്ക് അങ്ങ് മാറും. നമ്മൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ എന്തോ ഇട്ട ഫീല് തോന്നുന്നതിലും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ചില സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തോ ഇട്ടിരിക്കുന്ന പോലെയോ പിന്നെ ഒരു വൈറ്റ് കാസ്റ്റും ചെറിയ രീതിയിൽ നമ്മൾ ഈ ഡസ്കി സ്കിൻ ടോണൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ചെറിയ വൈറ്റ് കാസ്റ്റ് വന്നാലും എടുത്തത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല, ഫേസിലൊന്നും ഇട്ട പോലെ തോന്നില്ല, പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. ഒരുപാട് നേരം ഉരച്ച് ഇങ്ങനെ ബ്ലെൻഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് ബ്ലെൻഡ് ആകുന്നുമുണ്ട്. പിന്നെ ഫേസിലൊന്നും ഇട്ടതായിട്ട് തോന്നുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീൻ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ആപ്ലിക്കേഷനൊക്കെ വളരെ ഈസിയാണ്, ഇട്ട ഉടനെ തന്നെ പെട്ടെന്ന് അത് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് കേട്ടോ. കണ്ടൊക്കെ ഒരു ക്രീം ടെക്സ്ചറാണ്, പക്ഷെ അത് ഇങ്ങനെ ബ്ലെൻഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരു ജെൽ പോലെ അങ്ങ് മെൽറ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ ഇത് എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഹെവി അല്ല. ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ തരുന്നുണ്ട്. ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്ന പോലെ തന്നെ ചെറിയൊരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ തരുന്നുണ്ട്. ഇത് 3-4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണമെന്ന് ഇവർ പറയുന്ന പോലെ തന്നെ 3-4 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും, എല്ലാ സൺസ്ക്രീനും പോലെ തന്നെ. പിന്നെ ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒരു ബോട്ടിലായതുകൊണ്ട് നല്ല സ്ലിം ആയിട്ടൊരു ബോട്ടിൽ, നല്ല ക്യൂട്ട് ബോട്ടിലല്ലേ, അതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ആയതുകൊണ്ട് റീഅപ്ലൈ ചെയ്യണം. പിന്നെ 300 എത്ര സംതിങ്, അതിന് എനിക്ക് പുറത്ത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല, നല്ല സൺസ്ക്രീൻ ആട്ടോ. നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. പുറത്ത് ഞാൻ ഇതിട്ട് പോയിട്ടുണ്ട്, എനിക്ക് പ്രൊട്ടക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പുറത്തും അകത്തും ഇട്ട് നിന്നിട്ടുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. എനിക്കൊരു 10, 22, 23 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡെയിലി 2 പ്രാവശ്യം യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടോ. 10, 22 ദിവസം ഉണ്ടാവുള്ളൂ. സൺസ്ക്രീൻ ഒക്കെ അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഞാൻ അപ്ലൈ ചെയ്യുന്ന നല്ല രീതി കവർ ചെയ്താട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്ന, കുറച്ചൊന്നും എടുത്തില്ല. നല്ല 3 ഫിംഗർ റൂളിൽ തന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുള്ളൂ. ഏതായാലും നമുക്ക് പ്രൊട്ടക്ഷൻ വേണം, അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഏതായാലും ഇടുന്നുമുണ്ട്, അപ്പം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ഇടുന്നല്ലേ നല്ലത്. അപ്പോൾ അത്രയും തന്നെ എടുക്കുമ്പം എൻ്റെ ഫേസും നെക്കും ഒക്കെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അല്ലാതെയും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇടണമല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴും സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇട്ടോ പുറത്തിറങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. 10, 22 ദിവസമൊക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പുറത്തും പോയിട്ടുണ്ട്. ഇത് പിന്നെ മേക്കപ്പിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മോശമൊന്നും പറയാനില്ല, നല്ലത് തന്നെയാണ്. എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി കേട്ടോ. ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് വെയിറ്റാണ്, നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ്, എളുപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഒലിച്ചിറങ്ങുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ.
ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും റിവ്യൂ ചെയ്യുന്ന കണ്ട് അങ്ങനെ ഹൈപ്പിൽ കണ്ട് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല, എനിക്കിഷ്ടമായി. ഡോട്ടാങ്കിയുടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നല്ലതാണല്ലോ. എനിക്ക് അങ്ങനെ ഡോട്ടാങ്കിയുടെ വാങ്ങിച്ചിട്ട് അങ്ങനെ മോശം അനുഭവമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ ഡോട്ടാങ്കിയുടെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം. ഇതിൽ പറയുന്നത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനാണ് യൂസ് ചെയ്യാവുന്ന അവർ പറയുന്നത്. പിന്നെ നോൺ ഓയിലി ഫിനിഷ്, അതുപോലെ തന്നെ നോൺ ഓയിലി ഫിനിഷ് ഒക്കെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മാറ്റ് ഫിനിഷിലേക്കാണ് പോകുന്നത്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെത്. അപ്പം ഇത് തീർച്ചയായിട്ടും കോമ്പിനേഷൻ ഓയിലി നോർമൽ സ്കിൻ ടോൺ വരെ യൂസ് ആക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് യൂസ് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എക്സ്ട്രാ ഡ്രൈ സ്കിൻ അല്ല, അങ്ങനെ പാച്ചിയായിട്ട് ഉരിഞ്ഞു പോകുന്ന അങ്ങനത്തെ എക്സ്ട്രാ ഡ്രൈ സ്കിൻ അല്ല, റെഡ്നെസ് ഒക്കെ വന്ന അങ്ങനെയുള്ള ഡ്രൈ സ്കിൻ അല്ല കേട്ടോ. സാധാ നോർമൽ ഡ്രൈ സ്കിൻ അല്ലേ, ചിലർക്ക് ഉണ്ടാവുമല്ലോ, ചിലരുടെ എക്സ്ട്രാ ഡ്രൈ ആയിരിക്കും, ചിലരുടെ സാധാ ഡ്രൈ സ്കിൻ ആയിരിക്കും, ചെറിയ രീതിയിലൊക്കെ ഇവിടെയൊക്കെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. കാരണം ഇതിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രേഷൻ നമുക്ക് നിലനിർത്തി തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നോർമൽ ഡ്രൈ സ്കിന്നിനൊക്കെ വരെ ഇത് യൂസ് ചെയ്യാം. അപ്പം നോർമൽ കോമ്പിനേഷൻ ഓയിലി ചെറിയ രീതിയിലുള്ള ഡ്രൈ സ്കിന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്ത ബേസിൽ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നെങ്കിൽ ഈ സ്കിൻ ടൈപ്പൊക്കെ ഉള്ളവർ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.